നമസ്കാരം. പ്രധാന വാർത്തകൾ. ചൈനയിൽ വൻ ഭൂചലനം, 100-ലധികം പേർ കൊല്ലപ്പെട്ടു, 200-ഓളം പേർക്ക് പരിക്ക്. AISF സംസ്ഥാന വ്യാപക പഠിപ്പുമുടക്ക് ഇന്ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഏകദിനം ഇന്ന്. വാർത്തകൾ വിശദമായി. ചൈനയിൽ വൻ ഭൂചലനം, 100-ലധികം പേർ മരിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ രാത്രി വടക്ക് പടിഞ്ഞാറൻ ഗാൻസു കിങ്ഹോയ് പ്രവിശ്യയിലാണ് ഭൂചലനമുണ്ടായത്. ഭൂചലനത്തിൽ 200-ഓളം പേർക്ക് പരിക്കേറ്റതായും നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്നതുമായാണ് വിവരം. ജലവൈദ്യുത ബന്ധം തകരാറിലാണ്. റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രത രേഖപ്പെടുത്തി. ജലവൈദ്യുതി ലൈനുകൾക്കും ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ചൈനയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഇതാദ്യമായല്ല. ഓഗസ്റ്റിൽ കിഴക്കൻ ചൈനയിൽ 5.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 23 പേർക്ക് പരിക്കേൽക്കുകയും നിരവധി കെട്ടിടങ്ങൾ തകരുകയും ചെയ്തിരുന്നു. AISF സംസ്ഥാന വ്യാപകമായി ഇന്ന് പഠിപ്പ് മുടക്കും. ചാൻസലറുടെ സംഘപരിവാർ അനുകൂല നയത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കുമെന്നും AISF സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കാനാണ് സംഘടനയുടെ തീരുമാനം. പരീക്ഷകൾ നടക്കുന്നതിനാൽ സ്കൂളുകളെ പഠിപ്പ് മുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം SFIയുടെ കടുത്ത പ്രതിഷേധങ്ങൾക്കും കോഴിക്കോട്ടെ നാടകീയ സംഭവങ്ങൾക്കും ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്തെത്തി. കോഴിക്കോട്ടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഗവർണർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയെ തീർത്ത ഇന്ത്യൻ പേസ് നിര ഇന്ന് രണ്ടാം അംഗത്തിന്. ഏകദിന ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കാനാണ് ഇന്ത്യയുടെ ഒരുക്കം. ആദ്യ കളിയിൽ 8 വിക്കറ്റിന്റെ ആധികാരിക ജയം നേടിയ ഇന്ത്യ 3 മത്സര പരമ്പരയിൽ മുന്നിലാണ്. ജോഹാനസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയെ 166 റൺസിനാണ് ഇന്ത്യയുടെ യുവ പേസർമാർ ചുരുട്ടിക്കെട്ടിയത്. 24-കാരൻ അർഷ്ദീപ് സിംഗ് 5 വിക്കറ്റുമായി കളം വാണപ്പോൾ 27-കാരൻ ആവേശ് ഖാൻ 4 വിക്കറ്റുമായി മികച്ച പിന്തുണ നൽകി. അരങ്ങേറ്റ മത്സരത്തിൽ അര സെഞ്ചുറിയുമായി സായി സുദർശനും തുടക്കം മികച്ചതാക്കി. ക്യാപ്റ്റൻ KL രാഹുൽ പരമ്പര ജയം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. 2022-ൽ രാഹുലിന്റെ ക്യാപ്റ്റൻസിയിൽ ഏകദിന പരമ്പര 0-3 ഇന്ത്യ തോറ്റിരുന്നു. ടെംബെ ബാവുമയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ നിലം തൊടിച്ചില്ല. ഇക്കുറി ആദ്യ ഏകദിനത്തിലെ ജയം രാഹുലിന് നല്ല ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. ലോകകപ്പിന് ശേഷമുള്ള ആദ്യ പരമ്പരയായതിനാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സൂപ്പർ ബാറ്റർ വിരാട് കോഹ്ലിയും ഉൾപ്പെടെയുള്ള പ്രധാന കളിക്കാരിൽ പലരും വിട്ടുനിൽക്കുകയാണ്. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.